ഇന്നൊരു ഡേറ്റിന് പോയാലോ? ഓൾമോസ്റ്റ് ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എന്നെ അന്വേഷിക്കരുത് വരുന്നത്. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു ഗെറ്റ് റെഡി വിത്ത് അസ് ആണെന്നൊക്കെ. അല്ലെങ്കിലും ബോയ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അതുപോലെ അല്ലല്ലോ നമ്മൾ ഗേൾസിന്റെ വിഷമം നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ കുറേ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഡേറ്റിന് പോയത്. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ടാവാറില്ലല്ലോ, ഞാൻ ഫുൾ ടൈം നാട്ടിൽ പോകാമെന്നാണ് ഒരു പരാതി. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്കാണ് കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മോളാണ്. എത്ര വന്നാലും മതിയാവില്ല ഇവിടെ. എവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് PF ചെങ്കി നമ്മളിങ്ങനെ മാടി വിളിക്കുന്നു. എന്നാൽ പിന്നെ ഇന്നത്തെ ഫുഡ് അവിടെ നിന്നാവാന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇച്ചിരി തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. പിന്നെ മെനു ബുക്കൊക്കെ എല്ലാം വായിച്ച് പഠിച്ചു കഴിഞ്ഞ ശേഷം കീരു തന്നെ ഫുൾ ഓർഡർ ചെയ്തു. ഈ ഒരു ഐറ്റം എന്തായാലും വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് കുറേ ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ. ഡൈനാമൈറ്റ് സ്ട്രിംസ് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇത് നമ്മുടെ നോർമൽ പ്രോൺസ്, അത് അവരുടെ ഒരു വെറൈറ്റി ആയിട്ടാണ്. സംഭവം അടിപൊളിയാണ്. അങ്ങനെ മിക്സഡ് ബെറി ജ്യൂസും മേടിച്ചു. ബെറി പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് എൻ്റെ. മെയിൻ കോഴ്സ് ആയിട്ടൊരു ഫ്രൈഡ് റൈസ് ആണ് മേടിച്ചത്. അത് അവരുടെ ഒരു സ്പെഷ്യൽ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടൊരു സ്റ്റിക്കി ടൈപ്പ് ഒരു റൈസാണ്. എനിക്കെന്തായാലും ഇഷ്ടമായി. അങ്ങനെ ഓൾമോസ്റ്റ് വയറൊക്കെ ഫുള്ളായി. അടുത്തത് പിന്നെ ഞാൻ എവിടേക്കാണ് ഓടിപ്പോവാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വീറ്റ്സ് ഇയലത്തെ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ മിൽക്ക് കേക്ക്. വേറൊരു കേക്കും വേണ്ട, അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു. കേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് എന്തായാലും എടുക്കും. ആ ഒരു 5 മിനിറ്റ് ഞാൻ കളഞ്ഞില്ല. കീരുവിനെ എത്രത്തോണ്ട് നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ മാക്സിമം സഹിക്കുന്നുണ്ട്. പാവം, എന്താ ചെയ്യുക, ഭാര്യയായി പോയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കേക്ക് കിട്ടിയതും ഞാൻ ഡീസൻ്റായി. പിന്നെ കേക്ക് എനിക്ക് ആദ്യം തന്നെ ടേസ്റ്റ് നോക്കണം, അത് നിർബന്ധമാണല്ലോ. യെസ്, അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഐക്യ പോയി. വേറെ ഒന്നുമല്ല, നമുക്ക് ഓരോന്ന് മേടിക്കണ പോലെ തന്നെ ഞങ്ങൾ വീട്ടിലേക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഷെൽഫ് നമുക്ക് ആവശ്യമായിരുന്നു കേട്ടോ. കുറേ സ്ഥലത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് ഇവിടെ നിന്ന് ഒരെണ്ണം നല്ലതായിട്ട് കണ്ടു, അപ്പം തന്നെ അതങ്ങോട്ട് എടുത്തു. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് അന്വേഷിച്ച സാധനവും കിട്ടി. മൊത്തത്തിൽ ഇന്ന് അടിപൊളിയായിരുന്നു നമ്മുടെ ഫുഡും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.